നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ, എല്ലാം മാറും മോളെ. ഞാനും എന്റെ മക്കളും അറിഞ്ഞുകൊണ്ട് ആരോടും ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ല. ഈ പരീക്ഷണങ്ങളൊക്കെ മാറി മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുമെന്ന് അച്ഛൻ ഉറപ്പുണ്ട്. മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ഇന്നത്തെ നിന്റെ ഈ സാഹചര്യം വെച്ച് നീ ഇല്ലാതാക്കാൻ വിചാരിക്കുന്ന ഈ ജീവനെ ഓർത്ത് അന്ന് നീ ഇതിലേറെ അഭിമാനിക്കും ചെയ്തു. അങ്ങനെ ഇവിടെ ജനിച്ചു വളർന്ന പല മഹാരഥന്മാരുടെയും കഥ മുടം വായിച്ചിട്ടുണ്ടാവുമല്ലോ. അന്നത്തെ ഗതികേട് കൊണ്ട് ആ അമ്മയും തന്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വച്ചിരുന്നെങ്കിൽ ഈ പ്രതിഭകളുടെ ഒക്കെ കയ്യൊപ്പ് നമ്മുടെ ഈ ലോകത്ത് പതിയായിരുന്നു. അത്രയ്ക്കൊന്നും ഞാൻ ചിന്തിച്ചില്ല അച്ഛാ. ഞാനിതുവരെ സഞ്ചരിച്ചത് അച്ഛൻ കാണിച്ചു തന്ന വഴിയിലൂടെ മാത്രം. ഇനി അച്ഛന്റെ ചീരുമോൾ അങ്ങനെ തന്നെ ചെയ്തോളാം. ഒരു തെറ്റച്ഛൻ ചെയ്തു. സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് മോളാണെന്ന് അച്ഛൻ പറഞ്ഞിട്ട് ഈ അച്ഛൻ തന്നെ അത് തെറ്റിച്ചു. ഒരു പോലീസ് ഓഫീസർ വിളിച്ചു ചോദിച്ചപ്പോ അച്ഛന് കള്ളം പറയാനും തോന്നിയില്ല. അത് സാരല്ല അച്ഛാ. അച്ഛൻ തീരുമാനിച്ചെങ്കിൽ ഞാനും തീരുമാനിച്ചു. എന്റെ കൂടി പാപത്തിന്റെ ഭാരമല്ല, ഞാൻ ചുമന്നോളാം. അച്ഛന് വേണ്ടി അവൾ എന്തും സഹിക്കും. അച്ഛൻ കൂടെ ഉണ്ടെന്ന് അവൾക്ക് തോന്നിയാൽ മാത്രം മതി. അച്ഛനും കൂടി തളർന്നാലാവും അവളെ വീണു പോകുന്നത്. ഞാൻ എന്റെ മക്കളുടെ കൂടെ ഇല്ലാതിരിക്കും അനു. ഒരു ജീവനെടുത്താൽ അതിന്റെ പാപം ഒരു തലമുറ തന്നെ അനുഭവിക്കുന്നു. അതുണ്ടാവരുത്. നിന്റെ രണ്ടാമത്തെ കുഞ്ഞ് വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതായപ്പോ നീ എത്രമാത്രം ദുഃഖിച്ചു. അത് വിധിയായിട്ട് കരുതാം. പക്ഷേ ഇതങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് അത്തരം വിശ്വാസങ്ങൾക്കൊന്നും സ്ഥാനമില്ലെന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവാം. പക്ഷേ എന്റെ മനസ്സ് പറയുന്നത് ആ ജീവനെ വിധിക്ക് തന്നെ വിടണമെന്ന്. ജനിക്കാൻ യോഗമുള്ളതാണെങ്കിൽ അത് ജനിക്കണമെന്ന് തന്നെയാ. സത്യേട്ടൻ എന്റെ കല്യാണത്തിന് വരണ്ട. സത്യേട്ടൻ മുന്നിൽ നിൽക്കുമ്പോ വേറൊരാളെന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് എനിക്ക് സഹിക്കില്ല. സത്യേട്ടൻ എന്തു പറ്റി? വന്നപ്പോഴേ നല്ല മൂടിലല്ലോ. എന്താന്നറിയില്ല, ചെറിയൊരു തലവേദന. എനിക്ക് തോന്നി ഈ കട്ടൻ ചായ കുടിച്ചാൽ തലവേദന മാറും.
ഏട്ടൻ ഇങ്ങോട്ട് വരുമ്പോ പ്രതിഭയെ കണ്ടല്ലേ? ആ, അവരിവിടുന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോഴാ ഞാൻ വന്നത്. നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ? അവളുടെ കല്യാണം കഴിയുന്നത് വരെ നേരിൽ കാണരുതെന്ന് വിചാരിച്ചതാ. കഷ്ടകാലത്തിന് മുന്നിൽ പെട്ടുപോയി. അതുകൊണ്ട് എന്താ, പരസ്പരം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർന്നു കാണില്ലേ? ഇനി എന്ത് പറഞ്ഞിട്ട് എന്താ സോനെ? എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോ വേണമെങ്കിൽ പ്രതിഭയെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. അല്ലാതൊരു ആഗ്രഹം ഇഷ്ടമൊന്നും അതൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ അവളുടെ മനസ്സിൽ ഞാനുണ്ടായിരുന്നു. ഒരുപാട് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെ കണ്ടപ്പോ ഒരു വിഷമം. സാരമില്ല ഏട്ടാ, കല്യാണം എന്നൊക്കെ പറയുന്ന ഒരു യോഗം. ഏട്ടനവളെ മനഃപൂർവ്വം ഒഴിവാക്കിയതൊന്നും അല്ലല്ലോ. നമുക്ക് തന്നെ 100 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ മറ്റുള്ളവരുടെ സങ്കടം കൂടി ഏറ്റെടുക്കാൻ പറ്റില്ല സത്യേട്ടാ. അതുകൊണ്ട് മനസ്സിൽ നിന്ന് വിട്ടേക്ക്. നിന്നോട് സംസാരിച്ചപ്പോ തലവേദന കുറഞ്ഞു. പിന്നെ ഈ കട്ടൻ ചായയും കൊള്ളാം. അല്ല, കല്യാണത്തിന് നീയും ശ്യാമും പോവല്ലോ? ആ, പോണം. എനിക്ക് മോക്കും ഡ്രസ്സൊക്കെ കൊണ്ടു തന്നല്ലേ. നാളെ അവരെ ഏട്ടത്തെ ക്ഷണിക്കാൻ പഞ്ചരത്നത്തിൽ പോകുന്നുണ്ട്. പ്രതിഭ അമ്മയോട് പെർമിഷൻ വാങ്ങിച്ചു. വഴി കാണിച്ചു കൊടുക്കാൻ അമ്മയെ അവർക്കൊപ്പം പോകുന്നുണ്ടെന്നാ തോന്നുന്നേ. അമ്മ എന്തിനാ പോകുന്നേ? ആ സ്ഥലത്തിറങ്ങി അനന്തമാഷിന്റെ വീട് ചോദിച്ചാ ആരും പറഞ്ഞു കൊടുക്കുമല്ലോ. നമുക്കതിൽ ഇടപെടാൻ പറ്റുമോ ഏട്ടാ? അവര് തീരുമാനിക്കുന്നതല്ലേ. അമ്മ എവിടെ പോകുന്നത് അപകട സോനെ. പഞ്ചരത്നത്തിലുള്ളവരെ കണ്ടാ അപ്പൊ അമ്മയുടെ ഉള്ളിലെ കരി പുറത്തു വരും. ആ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവാൻ എന്തോ അമ്മ വിളിച്ചു പറയും. ആ കൂട്ടത്തിൽ ഇന്ദിരാട്ടനെ കുറിച്ചുള്ള ജോൾസിന്റെ പ്രവചനം കൂടി പറഞ്ഞ. ഈശ്വര, അത് ഞാൻ ഓർത്തില്ല. ആ ബോംബ് അവിടെ കൊണ്ടുപോയി പൊട്ടിക്കാനാണോ അമ്മ കല്യാണത്തിന് ഏട്ടത്തെ ക്ഷണിക്കാൻ സമ്മതിച്ചത്? അങ്ങനെ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഇല്ലാതെ അമ്മ തന്നെ അവരുടെ കൂടെ പോയി അനുവടത്തേക്ക് ക്ഷണിക്കാൻ തയ്യാറാവില്ല സോനെ. ഏട്ടൻ എന്തായാലും ചായ കുടിച്ചിട്ട് കിടക്ക. ആ സോനെ, ആ, നീ ആ ലൈറ്റിംഗ് ഒന്ന് ഓഫ് ആക്കിയത്. എന്തൊരു ഉഷ്ണം. ഓ ഓ ഓ ഓ കരയിലിടവാവേ. ഓ ഓ ഓ ഓക്കേ. വാസന്തി, ദേ വരുന്നു നിന്റെ അനിയൻ. ഒരു ഓട്ടോയില് കരണ്ടും കൊണ്ട് വരുന്നുണ്ട്. ചേട്ടാ, ലൈറ്റ് എന്നിട്ട്. ചേട്ടാ, ഞാനും പിടിക്കാം. ജനറേറ്ററോ? അതെ, നിങ്ങൾ അവനെ പരിഹസിച്ചല്ലേ. ഇപ്പൊ എന്തായി? എന്റെ ശബരി ഒരു കാര്യം തീരുമാനിച്ച അത് ചെയ്തിരിക്കും. ശബരി, എന്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്ത് സഹായം? അളിയനെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ അറിയോ? അല്ല, അതിനായിട്ടല്ലേ നീ ടെക്നീഷ്യനെ കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ സഹായം ഒന്നും ആവശ്യമില്ല സാറേ. നമുക്ക് താഴത്തെ കൊടുക്കാൻ പറ്റൂ, മേളിൽ കിട്ടാൻ പാടാ. ആ, അത് കുഴപ്പമില്ല. എന്തായാലും താഴെയുള്ള ഫ്രിഡ്ജുകളൊക്കെ ഒന്ന് വർക്ക് ചെയ്താൽ മതി. ആ, അത് റെഡിയാക്കാം. ധനേട്ടാ, ഇവിടെ നിൽക്ക്. ഞാനൊന്ന് അച്ഛനെ കണ്ടിട്ട് വരാം. പോയിട്ട് വാ. ചേച്ചി, അച്ഛൻ കിടന്നോ?
ഇല്ല അവിടെ ഇരിപ്പുണ്ട്. കറണ്ട് പോരച്ച. ഓ, ജനറേറ്റർ വാടകയ്ക്ക് എടുത്തോ നീ? അതെ, വേറെ വഴിയില്ല. ഒരു ദിവസം കറണ്ട് ഇല്ലെന്ന് വെച്ച് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ന് നാളെയും കറണ്ട് കാണില്ല അച്ഛാ. അച്ഛൻ്റെ മരുന്നുകളൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതല്ല മെയിൻ പ്രശ്നം. ഞാനൊന്ന് അങ്ങോട്ട് ഓ, ചെല്ലട്ടെ. ആയിക്കോട്ടെ. ഓ ഓ, ഓ, ഓ. മോൻ കരയണ്ട കരയണ്ട. നിന്റെ അച്ഛനെ കാശ് ചെലവാക്കാൻ ഒരു മടിയില്ലാത്തത് കൊണ്ട് കരണ്ട് ഇപ്പൊ വരും കേട്ടോ. കരയണ്ട. ഓ ഓ ഓ ഓ. എന്തൊരു ചൂട്. ആ, ആ ഓ, എനിക്ക് സമാധാനമായി. ഇത്രയും നേരം മനുഷ്യൻ ഇവിടെ കിടന്ന് ഉരുകുമായിരുന്നു. അച്ഛാ, ഇനി മുറി പോയി കിടന്നു. ഓ, അനന്തേച്ചി മുറിയിലെ ഫാനും ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കി കൊടുക്കുക. അച്ഛാ, ഞാൻ ആ ജനറേറ്ററിനാളെന്ന് പറഞ്ഞിട്ട് വരാം. ശരി വാ മോനെ. അച്ഛാ. അച്ഛാ പതുക്കെ.